ആൽവിനൊപ്പം പാലക്കാട് പ്രതിപക്ഷ നേതാവ് ആൽവിനൊപ്പം ചേരുന്നുണ്ട്. പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്ന് അദ്ദേഹം വിലയിരുത്തുകയാണ്. വയനാട് വല്ലാതെ പോളിംഗ് കുറഞ്ഞു പോയി എന്ന സ്ഥിതി. വയനാട് ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, CPM BJP കേന്ദ്രങ്ങളിൽ വലിയ ടേൺ ഔട്ട് ഉണ്ടായിട്ടില്ല, കാരണം ഒരു മത്സരം ഇല്ല എന്നുള്ള കാര്യം. പിന്നെ പലർക്കും വോട്ട് ചെയ്യാൻ പോയാൽ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്യേണ്ടി വരും, പാർട്ടിയോടൊക്കെയുള്ള അഫിലിയേഷൻ ഒന്നും പോകണ്ട. ഒന്ന്. പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെന്ന് ഞങ്ങൾ പരിശോധിക്കും. കാരണം ഒരു ആവേശകരമായ ഒരു മത്സരം ഇല്ല, അതുകൊണ്ട് ഇനി വാശി പിടിച്ച് പോകണ്ട. ഇപ്പോൾ നല്ല മത്സരം നടക്കുന്ന, സുഖമില്ലാതെ നടക്കുന്ന ഒരാൾ വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ദൂരെയുള്ള ഒരാൾ വന്ന് വോട്ട് ചെയ്യും. എന്തായാലും ജയിക്കും, ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കും എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അലസത ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും ബൂത്തുകളിൽ, ഞങ്ങളെല്ലാ ബൂത്തിലെയും ടേൺ ഔട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതും കൂടി പരിശോധിച്ച് ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ, പൊതുവേ നമുക്കൊരു വലിയ ശക്തി കേന്ദ്രമാണല്ലോ, 7 മണ്ഡലങ്ങളും നമ്മുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്. എവിടെയെങ്കിലും നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ പരിശോധിക്കും. അടുത്ത ദിവസം തന്നെ അത് പരിശോധിക്കും. ഈ ചേലക്കരയിൽ ഏതാണ്ട് 71% ആണ് ഇപ്പോൾ വോട്ടിംഗ് വരുന്നത്. കുറച്ചുകൂടെ വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടെന്ന് പറയാൻ കഴിയും അല്ലേ? ഞങ്ങളുടെ കണക്ക് 75% പോളിംഗ് ഉണ്ടാവും. 1,60,000 വോട്ട് പോൾ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കണക്ക്. അത് തന്നെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു വലിയ വ്യത്യാസമൊന്നും വരില്ല. ഒരു ശതമാനം പോലും വ്യത്യാസം വരാനുള്ള സാധ്യത കാണുന്നില്ല. 75 ഫിനിഷ് ചെയ്യുമെന്നാണ് എൻ്റെ ധാരണ. ഇപ്പോഴും 75 ഫിനിഷ് ചെയ്യുമെന്നാണ്. ചേലക്കരയിലെ ആത്മവിശ്വാസം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ? ചേലക്കര നമ്മൾ ജയിക്കും. ഒരു 5000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. 3000-നും 5000-നും ഇടയിൽ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. ഈ പുതിയതായി ചേർത്ത വോട്ടുകളുടെ അതിൻ്റെ ഒരു പുതിയതായി ചേർത്ത വോട്ടുകൾ മാത്രമല്ല, ഞാൻ പറയുന്നത് മുതിർന്ന നേതാക്കൾ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ UDFO കോൺഗ്രസോ ഇങ്ങനെയൊരു വർക്ക് കേരളത്തിൽ ഒരിടത്തും നടത്തിയിട്ടില്ലെന്നാണ്. അതുപോലത്തെ ഒരു വർക്കാണ് അവിടെ നടത്തിയത്. 4 റൗണ്ട് പോലും വീട് കയറി. 4 റൗണ്ട് വീടുകൾ കയറി. ഇവിടെ 5ാമത്തെ റൗണ്ട് കയറിക്കൊണ്ടിരിക്കുക. പാലക്കാട് 5ാമത്തെ റൗണ്ടിലേക്ക് വരാൻ പോവുക. 4 റൗണ്ട് ഇവിടെ കഴിഞ്ഞു. അവിടെ 4 റൗണ്ട് വീട് കയറി. 217 കുടുംബ സംഗമങ്ങൾ നടന്നു. മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തതിൻ്റെ ഇരട്ടി ആളുകളെ വെച്ച് മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് നടത്തിയ പഞ്ചായത്തുകളിലെ പൊതുയോഗങ്ങൾ നടന്നു. പിന്നെ 6500 ഊട്ടി ചേർത്തു. സ്ഥലത്തില്ലാത്ത ആളുകളെ കൊണ്ടുവരാനുള്ള നല്ല വർക്ക് നടത്തി. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ട് പോകാതിരുന്നാൽ പോയാൽ നമുക്ക് വോട്ട് ചെയ്യേണ്ട ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തു. ഭയങ്കര വർക്കായിരുന്നു, പ്രൊഫഷണലായിട്ടുള്ള ഇലക്ഷൻ വർക്കായിരുന്നു. പാലക്കാട്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ജയരാജൻ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ഇതെന്ന് വെച്ചാൽ ആദ്യത്തെ 10 ദിവസം എല്ലാവരും കൂടി ഞങ്ങളുടെ പുറകെയല്ലായിരുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്ത് കൊടുത്തത് ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയല്ലേ. ഞങ്ങൾ പല സ്ഥാനാർത്ഥികളെയും ചർച്ച ചെയ്യില്ലേ. എന്നിട്ട് 10 ദിവസം എല്ലാ മാധ്യമങ്ങളും CPM-ഉം BJP ഒക്കെ കൂടി കോൺഗ്രസിലെ കത്തിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ബുക്ക് കിട്ടിയില്ല എല്ലാവർക്കും. അല്ല, ബുക്ക് അദ്ദേഹം ഇപ്പോഴും തള്ളി പറയുകയാണ്. അത് ഞാൻ ചോദിക്കട്ടെ, DC ബുക്സിനെ പോലെ ഇത്രയും വിശ്വാസ്യതയുള്ളൊരു പ്രസാധക സ്ഥാപനം, കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളുമായ EP ജയരാജൻ്റെ ആത്മകഥ ആകാശത്ത് നിന്ന് എഴുതിയുണ്ടാക്കുമോ? ഉണ്ടാക്കിയിട്ട് പബ്ലിഷ് ചെയ്യുമോ? അവർ 2 ദിവസം മുമ്പ് അല്ലേ കവർ പേജ് അവർ പബ്ലിഷ് ചെയ്തിരുന്ന അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇത് വരാൻ പോകണം, ഇന്ന് അവർ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞത് കൊടുക്കണ്ട, 20-ാം തീയതി വരെ ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ജയരാജ സത്യം പറയും. പുള്ളിക്ക് അങ്ങനെ ആദ്യം നാൾ അതങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോൾ പാർട്ടി നിർബന്ധിച്ചപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറയും. അദ്ദേഹം അങ്ങനെ എല്ലാ കാര്യവും പറയുന്നുണ്ട്. പാർട്ടി പറഞ്ഞിട്ടാണ്, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് ആ പാവം ജാവദേക്കറെ കണ്ടത്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് കണ്ടത്. ജാവദേക്കറെ കണ്ടില്ലെന്ന് ആദ്യം പറയേണ്ടി വന്നു. പിന്നെ പാവം സമ്മതിച്ചു. പിന്നെ അവരുടെ ബിസിനസ് ഒരുമിച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്തെന്ന് സമ്മതിച്ചു. അത് അദ്ദേഹം പറയും. അല്ലാതെ കേരളത്തിൽ ആരെങ്കിലും DC ബുക്സ് അങ്ങനെ ഒരു കള്ള ആത്മകഥ ഉണ്ടാക്കി ഒരു വ്യാജ ആത്മകഥ ഉണ്ടാക്കും എന്ന് പറയും. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഹിന്ദുവിൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ പറയാത്ത കാര്യം ഹിന്ദുവിൽ വന്നു. അപ്പോൾ ഹിന്ദു പത്രം, നല്ല ക്രെഡിബിലിറ്റിയുള്ള പത്രം, കൃത്യം മറുപടി കൊടുത്തു. അങ്ങേക്ക് വേണ്ടിയിട്ട് PR ഏജൻസിയാണ് വന്നത്. ആ PR ഏജൻസിക്കാരാണ് ഇത് എഴുതി തന്നതെന്ന് പറഞ്ഞു. ആ PR ഏജൻസിയുടെ ആളെ മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രി, ഞാൻ ചോദിച്ചു അസംബ്ലിയിൽ വെച്ച്, മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ഇല്ലാത്ത കാര്യം എഴുതി കൊടുത്ത, അത് ഭയങ്കര കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു സാധനം എഴുതി കൊടുത്ത ആൾക്കെതിരെ കേസെടുക്കുമോ? കേസെടുത്തില്ല. ഞാനതുകൊണ്ടാണ് അസംബ്ലി പറഞ്ഞത്,
ഒരാഴ്ച ആയിട്ട് പോലും ഈ പയ്യനെ വിളിച്ച്, ഇത് കൊടുത്ത പയ്യനെ വിളിച്ചൊരു പട്ടിൽ പൊതിഞ്ഞ ശകാരം പോലും നടത്തിയില്ല. പട്ടിൽ പൊതിഞ്ഞ ശകാരം, സ്നേഹിച്ച് ശകാരിക്കാമല്ല, നീ എന്തിനാ പണി ചെയ്ത്, മോശമായി പോയില്ലേ, അത് നീ അങ്ങനെ ചെയ്യാമോ എന്നുപോലും ചോദിച്ചിട്ടില്ല. ഒരു കേസും കൊടുത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? സത്യമായിരുന്നു എന്ന് പുള്ളി അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്തതെന്നല്ലേ? അതുപോലത്തെ ഒരു സംഭവമല്ലേ ഇത്. ഏതായാലും ഇരുട്ടി വെളുത്ത് വന്ന ഒരു കാലം മാറി വന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി നാളെ ഇ പി ജയരാജൻ ഇവിടെ വോട്ട് ചോദിക്കാൻ എത്തുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയമല്ലേ, പാവം. പാർട്ടിയിൽ നിൽക്കുകയല്ലേ, പുറത്തു പോയിട്ടില്ലല്ലോ. പാർട്ടിയിൽ പോകുമ്പോൾ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മോശക്കാരനാവും ആളുകളുടെ മുമ്പിൽ. പക്ഷേ എല്ലാവർക്കും അറിയാം പാർട്ടി നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം വന്നതെന്ന്. മറ്റേ സാധനം അവിടെ കിടക്കുമല്ലേ, അവസരവാദിയാണ്, നേരെ ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് കാലുമാറി വന്നവനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള സാധനം അവിടെ കിടക്കുമല്ലേ. അതെല്ലാ പാർട്ടിക്കാരുടെ മനസ്സിൽ കിടക്കല്ലേ, CPM-കാരുടെ. വരുന്ന ആഴ്ചകളിൽ ഇത് ചർച്ചയാക്കും, സജീവമായി ചർച്ചയാക്കും. അതാണല്ലോ ചർച്ചയായല്ലോ. നമ്മളെന്തിനാ ചർച്ച ചെയ്യണം? ജനങ്ങൾ ചർച്ച ചെയ്യല്ലത് പറഞ്ഞത്. CPM-ൻ്റെ വളരെ സീനിയറായിട്ടുള്ള പിണറായി വിജയൻ കഴിഞ്ഞ അടുത്ത സീനിയറായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി മറികടന്നിട്ടാണ് MP ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത്. പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരളത്തിലെ CPM-ലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് EP ജയരാജൻ. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ അങ്ങനെ കാണണം. അതാണ് സേതുലക്ഷ്മി വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി ആൽവിൻ.